അല്ല, ഇപ്പൊ കൗൺസിൽ യോഗം നടത്തിയിട്ട് എന്താണ് നിങ്ങളുടെ തീരുമാനം? എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് യോഗം നടത്തില്ലല്ലോ? സെക്രട്ടറിക്ക് കൗൺസിൽ യോഗം അവസാനിച്ചില്ല. സെക്രട്ടറി ഒരാൾ പോയാൽ കൗൺസിൽ യോഗം അവസാനിക്കൂല. നോട്ടീസ് കൊടുത്ത് ഞങ്ങളെ വിളിച്ചു വരുത്തിയ കൗൺസിലാണ്. ഞങ്ങൾ വെറുതെയൊന്നുമല്ല. ഈ സെക്രട്ടറി ഇഷ്യൂ ചെയ്ത നോട്ടീസ് കൈപ്പറ്റി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് വെറുതെ അല്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തിട്ടാവുന്നത് അധികാരമുണ്ട്. ഈ അധികാരം ഞങ്ങൾക്കുണ്ട്. കാക്കിന്റെ തലത്തിൽ ചാവാതിരിക്കും. ഈ നാട്ടിലെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു മീഡിയേറ്റർ ഉണ്ട്. ആ മീഡിയേറ്റർ സബ് കളക്ടറാണ്. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ച സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ബലപ്രയോഗമില്ല സാറ്. അയാളുടെ മുന്നിൽ ഞങ്ങൾ ഈ വിഷയം നല്ല രീതിയിൽ തീർക്കാനുള്ള ഒരു ഫോർമുല അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ സാറ് പറയുന്ന ഓപ്ഷൻ, 2 ഓപ്ഷൻ ഉണ്ട്. സാർ ഒരു ഓപ്ഷൻ പറഞ്ഞു, ആ ഓപ്ഷൻ ഞങ്ങൾ സ്വീകരിക്കും. അതിന്റെ മേലെ കയറിയിട്ട് എന്ത് നിങ്ങൾ വേറെ ഒരു ഇത് കളിക്കുന്നത്? ആ കാര്യത്തിൽ നിങ്ങളെ വിളിക്കുന്നതിന് മുന്നേ സെക്രട്ടറി സബ് കളക്ടറെയാണ് വിളിച്ചത്. ചോദിച്ചു നോക്കൂ, സെക്രട്ടറിനോട് വിളിച്ചോന്ന്. സെക്രട്ടറി സബ് കളക്ടറെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സബ് കളക്ടർ എന്നെ വിളിച്ചു. അദ്ദേഹം സാറിനോട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ സെക്രട്ടറി തടസ്സപ്പെടുത്തുക. സാർ ആവശ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ റിലീസ് ചെയ്ത് കൊടുക്കും. ഈ വിഷയം തീർക്കാൻ ഇങ്ങനൊരു മാർഗമുണ്ട്, സാർ ഒന്ന് ആലോചിച്ച് കൊടുക്കും. അപ്പൊ നമ്മളൊരു കാര്യം ഞങ്ങൾക്ക് അവിടുന്ന് ഒരു വിവരം കിട്ടും. സാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യം ആലോചിച്ച് തീർപ്പാക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ കയറിയിട്ടില്ല.